ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് സച്ചി എങ്ങനെയോ സത്യം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും സച്ചിക്ക് അത് ഇവിടെ എല്ലാവരുടെ മുമ്പിലും തെളിയിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി നിൽക്കുന്നത്. എന്നാൽ സച്ചി നീലിമയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് എല്ലാവരോടും സത്യം പറയുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും പറയുന്നില്ല കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. നീലിമ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അപ്പൊ സുധിയേട്ടൻ ഞങ്ങളെ എല്ലാവരും ഇത്രയും നാള് പറ്റിച്ചുകൊണ്ടിരിക്കുവാണല്ലേ? ഉടനെ തന്നെ വർഷയും ശ്രുതി ചേച്ചി ഇത്രയും നേരം ചേച്ചി ഒന്നും അറിയാത്തതുപോലെ ആയിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, ചേച്ചിയും കൂടി ചേർന്നിട്ട് സത്യങ്ങളെല്ലാം മറിച്ചു അല്ലേ? അതുപോലത്തേന് ഷോറൂം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ അച്ഛനാണ് പണം തന്നെന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ചേച്ചി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വർഷയുടെ ചോദ്യങ്ങളെല്ലാം കേട്ടിട്ട് തല പോലും പൊക്കാൻ പറ്റാതെ ശ്രുതി ഇങ്ങനെ താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷമാണ് രവി ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് സുധിയെ അരികിലേക്ക് വിളിക്കുന്നത്. ഒരിക്കലും ഇനിയും തിരുത്തില്ലേടാ, എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കുന്നത്? നീയൊക്കെ ഉണ്ടല്ലോ എന്റെ മകനാണെന്നുള്ള കാര്യം പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാണ്. അത് കഴിഞ്ഞ് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ഈ പണത്തിലാണോ നിങ്ങൾ കട ആരംഭിച്ചതെന്ന് ചോദിക്കുകയാണേ. അതേ എന്ന് മറുപടി നൽകുന്നുണ്ട് ശ്രുതി. ശ്രുതിയുടെ മറുപടി കേട്ട ഉടനെ തന്നെ രവി ചന്ദ്രയാണ് കേട്ടോ നോക്കുന്നത്. ചന്ദ്രയാണെങ്കിൽ സുധി ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. ഇടയ്ക്ക് വന്ന ഉടനെ തന്നെ നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു അല്ലേടാ, നിന്റെ മേലിൽ എന്തോരം വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നടാ ഞാന്, ആ എന്നെ തന്നെ നീ പറ്റിച്ചു അല്ലേടാന്നൊക്കെ ചോദിച്ചിട്ട് കോളറിൽ പിടിക്കുകയാണ് കേട്ടോ സുധിയുടെ. ചന്ദ്രയുടെ ആ ദേഷ്യഭാവമൊക്കെ കാണുമ്പോഴേക്കും സുധിയാണെങ്കിൽ പേടിച്ചിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാണ് കേട്ടോ. സോറി അമ്മേ, ഞാനല്ല, ശ്രുതിയാണ് ഈ പണം കൊണ്ട് ഷോറൂം എല്ലാം ആരംഭിക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്. ഈ ഐഡിയ തന്നതും ശ്രുതി തന്നെയാണ്. കേട്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുള്ള കാര്യം ചന്ദ്ര പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരു വാക്കുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയുടെ മുമ്പിൽ ശ്രുതി നല്ലവനാവുകയാണ്. എന്നാൽ ആ കുരുക്കുകളെല്ലാം നേരെ ചെന്ന് വീഴുന്നത് ശ്രുതിയുടെ തലയിലേക്കാണ്. ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ ശ്രുതി പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രുതിയെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ശ്രുതിക്കും നല്ല ഭയം തോന്നുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് തോന്നുന്നു. ശ്രുതിയുടെ കോളറിനകത്ത് പിടിച്ച് ചന്ദ്രയുടെ കൈകളുണ്ടല്ലോ അവിടുന്ന് വിടുന്നുണ്ട്. എന്നതിന് ശേഷം ശ്രുതി ഒരു നോട്ടം നോക്കുവാണേ. അതിൽ നിന്ന് തന്നെ ശ്രുതിക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. ചന്ദ്രയുടെ അടുത്ത ഉന്നം താനാണെന്ന്. ആ ഭയത്തിലാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ നടന്ന് ശ്രുതിക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുവാണേ. എന്നിട്ട് കാരണം നോക്കിയിട്ട് ഒറ്റയൊന്ന് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. ചന്ദ്രയുടെ അടി കൊണ്ട ശ്രുതിയാണെങ്കിൽ അങ്ങ് തെറിച്ചങ്ങ് വീഴുവാണേ. നീയല്ലടി അന്ന് പറഞ്ഞത് നിന്റെ അച്ഛൻ പണം അയച്ചിട്ടാണ് കട ആരംഭിച്ചത് എന്നുള്ള കാര്യം. അത് ആന്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതി തുടങ്ങുമ്പോഴേക്കും മിണ്ടിപ്പോവരുത്. എന്റെ ഭർത്താവിന്റെ റിട്ടയർമെന്റ് പണം കിട്ടിയിട്ടും എന്റെ അടുത്ത് പറയാതെ നീ നിന്റെ ഇഷ്ടത്തിന് അവന് കട ആരംഭിച്ചു കൊടുത്തു അല്ലേടി? എന്തിനാടി നീ അങ്ങനെ ചെയ്തത്? അല്ല ആന്റി, ഞാന് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ അടുത്ത് നീ കള്ളം പറയരുത്. ഇപ്പോ നീ ഇരിക്കപ്പെട്ടില്ലേ, എന്തിനാണ് നീ ഈ കാര്യം എന്നിൽ നിന്ന് മറച്ചത്? അതെ ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ബബ്ബ പഠിക്കുമ്പോഴേക്കും നിന്റെ അടുത്ത് പറയാനല്ലടി പറഞ്ഞെന്ന് ചോദിച്ചിട്ട് കൈ അങ്ങ് ഓങ്ങുവാണ്. ആന്റി ഞാൻ പറയാം ആന്റി പറയാന്ന് പറഞ്ഞിട്ട് ശ്രുതി കൈകൾ വെച്ചിട്ട് ഇങ്ങനെ തടയുവാണ് കേട്ടോ, അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ആന്റി ഒരിക്കലും ഞാൻ മറിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. ആദ്യം ഷോറൂം ആരംഭിച്ചതിന് ശേഷം അച്ഛൻ തരുന്ന സമയത്ത് തിരിച്ചു തരാന്നാണ് ആന്റി ഞാൻ വിചാരിച്ചത്. നീ വിചാരിച്ചതും ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ അയച്ച പണമാണെന്നുള്ള കാര്യം എന്തിനാണ് നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈ ഓങ്ങുവാണ് കേട്ടോ ശ്രുതിക്ക് നേരെ. പക്ഷെ അപ്പോഴേക്കും രവി ചന്ദ്രയെ നിർത്ത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് മറുപടിയായിട്ട് ചന്ദ്ര പറയുന്നത് ആരും ഇതില് ഒന്നും പറയണ്ട, നീ പറയടി എന്ന് പറഞ്ഞ് ശ്രുതിക്ക് നേരെ വീണ്ടും ചെല്ലുവാണ്. എന്തിനാടി നീ കള്ളം പറഞ്ഞത്? എന്റെ മകൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടില് നിന്നെയല്ലേടി ഞാന് തലമേലെ തൂക്കി വെച്ച് ആടിയിട്ടുണ്ടായിരുന്നത്. കാണുന്നവരടുത്ത് എല്ലാവരടുത്തും ഞാൻ പറയുമായിരുന്നു നീ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണെന്ന് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട്. എന്തിന് ഇപ്പോഴും കൂടി ഞാൻ രേവതിയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ നല്ല മരുമകള് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രുതിയെ കണ്ടിട്ട് അവളെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ എന്റെ മുഖത്ത് നീ കരിവാരി തേച്ചു അല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രങ്ങ് ഭയങ്കര ദേഷ്യത്തിലാണുള്ളത് കേട്ടോ. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ആന്റി ഇതെല്ലാം ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതെ ആന്റി, അവന് വേണ്ടി തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഷോറൂം ആരംഭിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ശ്രുതി ഒരുപക്ഷെ ഇപ്പോഴും ആ പാർക്ക് പോയി കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പൊ വരെ ശ്രുതിക്ക് ഈ വീട്ടിൽ മര്യാദ കിട്ടില്ലായിരുന്നു. എന്തിന് ശ്രുതി ഒരു ജോലിക്ക് പോലും പോവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷോറൂം ആരംഭിച്ചു കൊടുത്തത്. ശ്രുതിയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ടോ, അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? നീ ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നോ? ആന്റി എന്നെ കല്യാണം കഴിക്കുന്നത് വരെ ശ്രുതി അങ്ങനെയല്ലായിരുന്നോ ഉണ്ടായിരുന്നത്? ശ്രുതിക്ക് പഠിപ്പുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരു യൂസും ഇല്ലല്ലോ. ഇതിനു മുമ്പ് 2 ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, അതും പാതിയിൽ ഉപേക്ഷിച്ചിട്ട് പോന്നു. പിന്നെയും ഒരുപാട് ജോബ് ഓഫേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടും അവൻ ലേസി ആയിട്ട് തന്നെ ഇരുന്നു. മുതലാളിയാവ മാത്രമാണ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ശ്രുതി പറഞ്ഞത്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവൻ ചെയ്തതുമില്ല. ഞാൻ ഈ പണത്തിൽ ഷോറൂം ആരംഭിച്ചു കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും
ഒരു ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരുന്നേനെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ശ്രുതിയല്ല ഇനി ആരാണെന്നുണ്ടെങ്കിലും ശ്രുതിയെ കുറ്റം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നേർത്തടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് ദേഷ്യപ്പെടുവാണേ. നീ എന്താടി പറഞ്ഞു വരുന്നത്? എന്റെ മകന് കഴിവില്ല എന്നോ? കഴിവൊക്കെ ഉണ്ട് ആന്റി, പക്ഷെ അത് വെച്ചിട്ട് ശ്രുതി ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. മതിടി നിർത്ത്. എന്താടി നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കണല്ലോ നീയാണ് അവനൊരു ജീവിതം കൊടുത്തതെന്ന്. നീ എന്താടി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് മാത്രമേ അവനോട് സ്നേഹമുള്ളൂ എന്നോ? എന്താ എനിക്ക് അവനോട് സ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? പണം നീ തിരികെ എന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആന്റിക്ക് മുമ്പേ ചെയ്തുകൂടായിരുന്നോ? ഇത്രയും നാള് ഒന്നും ചെയ്തില്ലല്ലോ. ആന്റിക്കും ശ്രുതി വലിയ ആളായിട്ട് വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒരമ്മ എന്ന നിലയിൽ ആന്റി ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒന്നും ഇതുവരെ ചെയ്തില്ലല്ലോ. എന്താടി നീ പറഞ്ഞത്? ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്നോ? ചെയ്തില്ല എന്നോടി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി പൊട്ടിക്കാണേ. അടികൊണ്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങ് തിരിഞ്ഞിങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്രയെന്ന് വിളിച്ചിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. കേട്ടില്ല രവിയേട്ട അവള് പറയുന്നത്? ഇവള് തെറ്റ് ചെയ്തിട്ട് ശ്രുതി ഒന്നും കൊള്ളില്ലാത്തവനാണെന്നുള്ള കാര്യമല്ലേ പറയുന്നത്? എന്തിന് ഞാൻ നല്ലൊരു അമ്മയല്ലെന്ന് അവള് പറഞ്ഞു. അവന്റെ പേരിന്റെ കൂടെ തന്നെ എത്ര ഡിഗ്രി ഉണ്ട്, അതൊക്കെ ഇവള് പഠിപ്പിച്ച് മേടിച്ചു കൊടുത്തതാണോ? നിന്നെ തീർത്ത് കളിയോടി ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര കലിപ്പാണ് കേട്ടോ. ശ്രുതിയെ അടിക്കുന്നു, ശ്രുതി എങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടും ശ്രുതി മൈൻഡ് ചെയ്യാതെ അങ്ങനെ തലയും താഴ്ത്തി അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ശ്രുതിയെ എന്തായാലും ശ്രുതി സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ആന്റി ശ്രുതിയെ കുറിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ആന്റിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നില്ലേ? ശ്രുതിയോട് അത്രയ്ക്ക് സ്നേഹമുണ്ടല്ലോ ആന്റിക്ക്. അങ്ങനത്തെ ശ്രുതിയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ആന്റിക്ക് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? എന്താടി നീ പണക്കാരിയുടെ അഹങ്കാരം കാണിക്കുകയാണോ? എന്റെ മകന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇത്രയും നാള് ഇതൊക്കെയായിരുന്നോടി നിന്റെ മനസ്സിലിരിപ്പ്? അത്രയ്ക്കും കൊഴുപ്പാണോടി നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കായ് പിടിച്ചിട്ട് വീണ്ടും അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്ക് രവി ചന്ദ്രയെ പിടിച്ചു വെക്കുവാണേ. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇത് കഥ തിരിച്ചു വിടാനുള്ള പരിപാടിയാണ്. ആ ഓടിപ്പോയവൻ തെറ്റ് ചെയ്തതിന് ദിശ മാറ്റി വിടുകയാണ് അമ്മ പൗഡർ എടുത്തിന്റെ മേലേക്ക്. അത് കറക്റ്റാണ് സച്ചേട്ടൻ പറയുന്നത്. രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് തെറ്റ് ചെയ്തത്. അതിൽ ഒരാളെ മാത്രം ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വർഷയും പറയുന്നുണ്ട്. നീ ചെയ്ത തെറ്റ് കാരണം എല്ലാവരും എന്നെ ചോദ്യം ചെയ്യുന്നത് കണ്ടില്ലേ? നീ ഒറ്റൊരുത്തി കാരണമാണ് ഞാനിവിടെ നാണം കെട്ട് നിൽക്കുന്നത്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും ചെല്ലുമ്പോഴേക്കും ഒന്നും ചെയ്യണ്ട, നീ ഉള്ളിലേക്ക് കയറിപ്പോ ശ്രുതി എന്ന് പറയാണ് കേട്ടോ നമ്മുടെ രവി. അപ്പോഴും ശ്രുതി നോക്കുന്നത് ശ്രുതിയുടെ മുഖത്തേക്കാണേ. ശ്രുതിയെ നോക്കുന്ന പോലുമില്ല, ഇങ്ങനെ ഒരുമാതിരി സ്റ്റാച്യു പോലെ അവിടെ ഇങ്ങനെ നിൽക്കുവാണേ. അത് കണ്ടിട്ട് ശ്രുതിക്ക് ഒന്നുകൂടി ദേഷ്യം വരെ ചെയ്യുന്നത്. എന്നിട്ട് ഉള്ളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ടേ. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛാ ജഡ്ജി ശ്രുതിക്ക് കൊടുത്തതൊക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷെ അത് ആ ഓടിപ്പോയനുണ്ടല്ലോ അവനോട്ട് 2 കൊടുക്കണമായിരുന്നു. എടാ നീ എന്തൊക്കെയായി പറയുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ടേ. അല്ല അച്ഛാ, ഇത്രയും നാള് ഈ ലോകത്ത് മറ്റാരും ഇല്ല, വലിയ മലേഷ്യ മരുമകളാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തലയിൽ കയറ്റി ആടലല്ലായിരുന്നോ? രേവതിയാണെങ്കിൽ ചവിട്ടി തേക്കലും. എന്റെ ഭാര്യ കഴിവില്ലാത്ത വീട്ടിലെ പെണ്ണായിരിക്കാം, പക്ഷെ ഇതുപോലെ ആരെയും പറ്റിക്കാനൊന്നും അവൾക്ക് അറിയില്ല. രേവതിയെ കുറിച്ചിട്ട് സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും മതിയടാ നിർത്ത്, ഈ കാര്യം പറഞ്ഞിട്ട് നീ ഇനി അവളെ നടുവിലേക്ക് കൊണ്ടുവരണ്ട. കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇത് പ്രശ്നം വേറെയല്ലേ, ഇതിന് രേവതി ചേച്ചി എന്തിനാ കുറ്റം പറയുന്നത്? എടാ ശ്രീകാന്ത്, അമ്മയ്ക്ക് രേവതിയെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ലല്ലോ. എന്തായാലും അവര് ആഗ്രഹിച്ചു കൂട്ടിക്കൊണ്ടുവന്ന മരുമകളുടെ ലക്ഷണം എന്താന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അതിന് ചന്ദ്രയ്ക്ക് മറുപടി ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണല്ലോ. അതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ ശ്രുതി അങ്ങ് പേടിച്ച് വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് താഴെ അങ്ങ് മാറ്റുവാണ് കേട്ടോ ചന്ദ്ര. നീ എങ്ങോട്ടാടാ പോണെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി തുടങ്ങുമ്പോഴേക്കും പോടാ ആ ഭാഗത്തേക്ക് പോടാന്ന് വീണ്ടും പറയുമ്പോൾ ശ്രുതി അവിടെ തന്നെ നിൽക്കുവാണേ. അമ്മേ അവള് കരഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് പോയത്, എന്തെങ്കിലും ചെയ്താലോ? അവൾ ഒന്നും ചെയ്യില്ല, നിന്റെ അടുത്ത് അങ്ങോട്ട് പോകാനല്ലടാ പറഞ്ഞത്. ഇത് കേട്ട ഉടനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നല്ല അനുസരണയുള്ള മകനെ പോലെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുവാണേ. ശ്രുതിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് അരികിലേക്ക് വരണ്ട എന്നുള്ള കാര്യം ചന്ദ്ര പറഞ്ഞല്ലോ. ആ കാര്യമെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുവാണേ. അലിവ് തോന്നിട്ട് രേവതിയും ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും നീ എങ്ങോട്ടാടി പോകുന്നതെന്ന് ചോദിക്കാനുണ്ട് ചന്ദ്ര. അല്ല അമ്മേ ശ്രുതി അവളെ കുറിച്ചിട്ട് എനിക്കറിയില്ലേ, പോടി ആ ഭാഗത്തേക്ക് പറഞ്ഞിട്ട് രേവതിയും ചന്ദ്ര അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു വലിച്ചിട്ട് നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നതെന്ന് ചോദിക്കുവാണ്. അവള് ചെയ്യേണ്ട തെറ്റുകളെല്ലാം ചെയ്തിട്ട് എന്റെ മകനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കാന്ന് പറയുമ്പോ പിന്നെ നിങ്ങളുടെ മകൻ വലിയ പുണ്യാളനാണല്ലോ എന്ന് സച്ചി എടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും എടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ രവി. എന്നിട്ട് ചെയ്തതെല്ലാം മതി, ഇനി കൂടുതലൊന്നും വേണ്ട, നീ പോവാൻ നോക്ക് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും റൂമിലേക്ക് അങ്ങ് പറഞ്ഞു വിടുവാണ്. ശ്രുതി നീ ചെന്നിട്ട് ശ്രുതിയെ സമാധാനപ്പെടുത്തുക എന്നുള്ള കാര്യം കൂടി രവി പറയുന്നുണ്ട്. അതെന്തിനാണ്? തെറ്റ് ചെയ്തത് അവളാണ്, അവനെന്തിനാ അവളെ പോയിട്ട് സമാധാനപ്പെടുത്തുന്നത്? എടാ നീ അവിടെ തന്നെ ഇരുന്നോളണം, അവളുടെ അടുത്തേക്ക് പോരുതെന്നാണേ പറയുന്നത്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ നിന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ശ്രുതി ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോവാണ്. രേവതി ആണെങ്കിൽ കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സച്ചി വന്ന് പറയുന്നുണ്ട്, ഇവിടെ കുറച്ചു മുമ്പ് ഇടി മിന്നൽ
എല്ലാം ഒരുമിച്ച് വന്നതുപോലെയാണ് തോന്നിയത്. ഒരിക്കലും ഞാൻ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യം രേവതി പറഞ്ഞു കേട്ട ഉടനെ തന്നെ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ അടി വീഴുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്കും അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം പൗഡർ എടുത്തി അത്രയും ബിൽഡപ്പ് അല്ലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലായിരുന്നു രേവതി അവള് ഭയങ്കര കേടിയാണ്, എന്തൊക്കെയോ വിഷയങ്ങൾ മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ശ്രുതി അങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല കേട്ടോ സച്ചിയേട്ടാ. ഇപ്പോ ആ നീലിമ വന്നിട്ട് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാവരും വിചാരിക്കും ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത പണത്തിലാണ് കട ആരംഭിച്ചത് എന്നുള്ള കാര്യം. ദയവായിട്ടാണ് കേട്ടോ നീലിമയെ സച്ചിയേട്ടന്റെ കാറില് വരുത്തിയിട്ട് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നത്. ദൈവോ വിധിയോ എന്താണെന്നുണ്ടെങ്കിലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റാണ്. എന്തൊക്കെയാണെങ്കിലും സച്ചേട്ടാ, ലാസ്റ്റ് ടൈം അവള് നിങ്ങളുടെ കാറിൽ വന്നു. എന്തിന്? നിങ്ങളുടെ ഏട്ടന് അവള് പണം കൊടുത്ത സമയത്ത് നിങ്ങളെ കൊണ്ട് തന്നെ സാക്ഷിയായിട്ട് സൈൻ ചെയ്യിപ്പിച്ചു. അതൊരു പക്ഷേ സ്വാഭാവികമായിട്ട് നടന്നു പോയ കാര്യമായിരിക്കും. എന്നാ രണ്ടാമത്തെ തവണയും അവള് നാട്ടിൽ വന്ന സമയത്ത് സച്ചേട്ടനെ തന്നെ വിളിച്ചില്ലേ? ഹലോ, അത് ഞാൻ നടക്കുന്ന വിധം അതാണ്. അതുകൊണ്ടാണ് ഒരാള് നമ്മുടെ കാറിൽ ഒരു തവണ കയറിയാലുണ്ടല്ലോ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും അവര് എന്റെ കാറിൽ തന്നെ കയറും. എന്തൊക്കെയാണെങ്കിലും സച്ചേട്ടാ, ഇത്തവണ അവള് ആരാണ് എന്താന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയല്ലോ. അതിന് രേവതി ആ കൂളിംഗ് ഗ്ലാസിനോട് വേണം നന്ദി പറയാന്. കൂളിംഗ് ഗ്ലാസോ? അതേ രേവതി, അത് നീലിമ എനിക്ക് തന്നതുകൊണ്ടാണല്ലോ ഞാൻ സെൽഫി എടുത്തത്. ആ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടല്ലേ കണ്ടുപിടിച്ചത്. സത്യം എന്ന് പറയുന്നത് പാറക്കല്ല് പോലെയാണ്. അത് പതുങ്ങി അനങ്ങാണ്ടിരിക്കും. പക്ഷെ അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പിടിച്ച കിട്ടില്ല. ഇപ്പോ പൗഡർ എടുത്തിട്ട് കരണ്ട് നോക്കിയിട്ട് അമ്മ പൊട്ടിച്ചില്ലേ, അതുപോലെ ഇരിക്കും. ഉടനെ തന്നെ ശ്രീകാന്തും അതുപോലെ വർഷയും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. വർഷയുടെ അടുത്ത് രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതി പുറത്തേക്ക് വന്നോ എന്ന്. ഇല്ല ചേച്ചി, ഇപ്പോഴും റൂം ലോക്ക് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം മടി മേടിക്കുന്ന വല്ല ആവശ്യമുണ്ടോ? ശ്രുതിയേട്ടൻ പൊതുവെ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒരിക്കലും ശ്രുതി ചേച്ചി ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഒന്ന് പോടാ അവിടുന്ന്, അവനേക്കാളും ഭയങ്കരമായിട്ടുള്ള കേടിയാണ് അവള്. ഇതും വെറും സാമ്പിൾ ആണ്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ മറിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അമ്മ ചേച്ചിയെ തലയിൽ വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന പോലെയല്ലേ കൊണ്ടു നടന്നത്. എന്നിട്ട് പോലും ചേച്ചി അമ്മയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, നിനക്ക് ഒരു കാര്യം അറിയോടാ, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ രണ്ടുപേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ സൈലന്റ് ആയിട്ട് ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. എന്നാ അമ്മയ്ക്ക് ഇപ്പൊ ദേഷ്യം എന്താന്നുള്ള കാര്യം അറിയോ? സുധീരുടെ അടുത്ത് ശ്രുതി പറഞ്ഞു അമ്മയുടെ അടുത്ത് ഈ കാര്യം പറയണ്ട എന്ന്. അങ്ങനെ പൗഡർ എടുത്തി ആ കാര്യം പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ അമ്മയുടെ അടുത്ത്. ആ കാര്യമാണ് അമ്മയ്ക്ക് ഇപ്പൊ ദേഷ്യമായിട്ട് വന്നത്. എന്തൊക്കെയാണെങ്കിലും സച്ചിയേട്ടാ, നിങ്ങൾ മനസ്സിലാക്കിയ സത്യം ഉണ്ടല്ലോ, ആ കാര്യം ഇവിടെ ഒരു എവിഡൻസും ഇല്ലാതെ വന്നിട്ട് അതിവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അത് പക്ഷേ എനിക്കറിയില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ആ നീലിമയെ നേരിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇവര് പണം തിരികെ മേടിച്ചല്ലോ, ആ ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇവിടെ വന്ന് പറഞ്ഞത്. എന്തായാലും ശ്രുതി ചേച്ചി ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചു. എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ആ ദേഷ്യത്തിലെ ആന്റി ചീത്ത പറഞ്ഞത് ഓക്കെയാണ്. പക്ഷെ ആന്റി ശ്രുതി ചേച്ചി അടിച്ചത് തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ രേവതിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതെ, അത് തെറ്റ് തന്നെയാണ്. എന്നാ ഇത് കേട്ട സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, പിന്നെ ചെയ്ത തെറ്റിന് അടിക്കാതെ പിന്നെ വേറെ എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ വർഷ പറയുന്നത്, ഇപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കൈനീട്ടി അടിക്കുന്ന സച്ചേട്ടന്റെ സ്വഭാവം നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്നാ കിട്ടിയെന്നുള്ള കാര്യമാണ് തോന്നുന്നത്. വർഷ പറയണേ, ഇല്ല എനിക്കൊരിക്കലും അമ്മയുടെ സ്വഭാവമില്ല, ഞാൻ എന്റെ അച്ഛനെ പോലെയാണെന്നാണ് സച്ചി പറയുന്നത്. ഇത് കേട്ട ശ്രീകാന്ത് ചോദിക്കുന്നത്, അച്ഛൻ ശബ്ദത്തിലൊന്നും സംസാരിക്കുക പോലും ചെയ്യില്ല, അങ്ങനത്തെ സച്ചേട്ടൻ അതുപോലെയാണോ? ആ അച്ഛനെ പോലെയാണോ സച്ചേട്ടൻ? എന്തായാലും ആന്റി ശ്രുതി ചേച്ചിയോട് പൊറുക്കില്ല, അടിക്കുന്നവരെ എത്തി. ആ സമയത്ത് സുധേട്ടനും അടിക്കണമായിരുന്നു. ഈ പോയിന്റ് വർഷ പറഞ്ഞത് കറക്റ്റ് ആണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. അവനെ അടിക്കണമായിരുന്നു. ഇത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ് രേവതി. സ്വന്തം മകനായതുകൊണ്ട് തന്നെ ഒരു കാര്യവും മകന്റെ അടുത്ത് ചോദിച്ചില്ല. മറ്റൊരു വീട്ടിലെ പെണ്ണാണ് ശ്രുതി ചേച്ചി, അതുകൊണ്ട് മൊത്തം പഴിയും അവരുടെ തലയിലിടാൻ വേണ്ടി നോക്കി. ശ്രുതി ഇപ്പോ എന്ത് മാനസികാവസ്ഥയിലാണ് റൂമിലുള്ളതെന്നുള്ള കാര്യം അറിയില്ലല്ലോ. അവള് തെറ്റായിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്താലോ? ഇത് കേട്ട ഉടനെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആര് പൗഡർ എടുത്തിയോ? രേവതി, നിനക്ക് അവളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു രഹസ്യം അവള് ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ട് മറച്ചു വെച്ചില്ലേ. ഇനി അതിന്ന് എങ്ങനെ പുറത്തു വരാ എന്നുള്ള കാര്യമായിരിക്കും അവൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ടാവുക. അത് സത്യം തന്നെയാണ്. ഒരു വിധത്തില് സുധേട്ടന് പറ്റിയതുപോലെ തന്നെയാണ് ശ്രുതി ചേച്ചി എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. ആ കാര്യം ശ്രുതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. എടാ, ഇവനെ മുമ്പ് സ്നേഹിച്ച് ആ നീലിമയുണ്ടല്ലോ, ആ നീലിമ പറഞ്ഞത് കേട്ടില്ലേ, അവളാണ് ഇവന് വേണ്ടിയിട്ട് എല്ലാ ഐഡിയയും ചെയ്തു കൊടുത്തത് എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോ പൗഡർ എടുത്തിയാണ് എല്ലാ ഐഡിയയും തന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇവൻ നൈസായിട്ട് എസ്കേപ്പ് ആയത് കണ്ടില്ലേ. അവൻ
പിടിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് ശ്രുതിയുടെ പേര് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. അല്ലെങ്കിലും ശ്രുതിയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. തെറ്റ് ചെയ്തത് സ്വന്തം ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മൾ കാണിച്ചു കൊടുക്കരുത് എന്നുള്ള കാര്യമാണ് പറയുക. എന്നാൽ ഇവന്റെ ഭാര്യയെ തന്നെ ഒറ്റിക്കൊടുത്തു. എന്തായാലും ശ്രുതിയുടെ നല്ല ബെസ്റ്റ് ഹസ്ബൻഡാണ് കേട്ടോ ശ്രുതി ചേച്ചി അടി കൊണ്ടോണ്ടിരിക്കുന്ന സമയത്തും ചുമ്മാ മിണ്ടാതെ നിന്നില്ലേ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീലിമേ വന്നിട്ട് പറഞ്ഞു ഇവനൊരു കഴിവില്ല എന്ന്. പൗഡർ എടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഒരു ജോലിക്കും പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യവും പറഞ്ഞു. ഇവൻ വെറും ഒരു അഗ്മാർക്ക് പൊട്ടനാണ് എന്നുള്ള കാര്യം രണ്ടുപേരും പറഞ്ഞിട്ട് പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശ്രുതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊന്നും പറയാതെ ശ്രുതി അവിടെ അങ്ങ് പോവാണ് കേട്ടോ. നേരെ ചെല്ലുന്നത് ശ്രുതിക്ക് അരികിലേക്കാണ്. മുറി തുറന്നിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും കൈ അങ്ങ് തട്ടി മാറ്റുവാണ് കേട്ടോ ശ്രുതി. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നീ ഒന്നും പറയണ്ട. നിന്റെ അമ്മ ഒരിക്കലും ഇത്രയും ദേഷ്യപ്പെട്ട് എന്നെ അടിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി എന്താണെന്നറിയോ, എനിക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും നീ പറഞ്ഞില്ല. എന്നെ അടിക്കുന്ന സമയത്ത് എന്താന്നുള്ളൊരു കാര്യം പോലും ചോദിച്ചില്ല. അത്രയ്ക്ക് നല്ല ഹസ്ബൻഡാണ് നീ എന്ത് ധൈര്യത്തിലാണ് ഇപ്പോ എന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? മര്യാദയ്ക്ക് എന്റെ അരികിൽ നിന്ന് പോ ശ്രുതി എന്ന് പറയുന്നുണ്ട്. ശ്രുതി, നീ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? എന്താ നീ പറഞ്ഞത് ഞാൻ ചെയ്തത് തെറ്റാണെന്നോ? അപ്പോ ഈ പണം എടുത്തതും നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണെന്ന് പറഞ്ഞു വരുന്നത്. ഞാൻ അതല്ല പറഞ്ഞത്. നീ എന്തിനാണ് അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത്? നിന്റെ അമ്മ എന്നെ അടിച്ചത് നിനക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല അല്ലേ? പക്ഷെ ഞാൻ സംസാരിച്ചതാണ് ശ്രുതിക്ക് തെറ്റായിട്ട് തോന്നുന്നതല്ലേ? അമ്മ അടിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷെ എന്തിനാണ് നീ എന്നെ കുറിച്ചിട്ട് അമ്മയുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് കേട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യത്തിനേക്കാളും വലുത് എനിക്ക് ഭയങ്കര കഷ്ടമായിട്ടാ തോന്നിയത്. ഡിഗ്രി അത്രയും വേസ്റ്റ് ആണെന്നും എനിക്ക് ഒരറിവും കഴിവും ഒന്നുമില്ല ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ള രീതിയിലൊക്കെയല്ലേ നീ സംസാരിച്ചത്? ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ശ്രുതി പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ശ്രുതി നീ പറഞ്ഞത്. ജോലിക്ക് പോവാതെ ചുമ്മാ ചുറ്റി കറങ്ങി നടന്നു എന്നല്ലേ നീ പറഞ്ഞത്? അത് സത്യം തന്നെയല്ലേ ശ്രുതി? എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ നീ അങ്ങനെയല്ലായിരുന്നോ ചുറ്റി കറങ്ങിക്കൊണ്ട് നടന്നത്? കല്യാണത്തിന് ശേഷവും അത് തന്നെയാണ് ചെയ്തത്. ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നീ വെടുപ്പോട് കൂടി ചെയ്തിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ശ്രുതി അതിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ടേ. പഠിച്ചിട്ട് നിനക്ക് എന്താണ് അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്? വീടിന്റെ പുറത്ത് ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ വിസിറ്റിംഗ് കാർഡിൽ നിറയെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ ആ പഠിപ്പ് വെച്ചിട്ട് നീ എന്താണ് ചെയ്തത്? നിന്റെ പഠിപ്പ് വെച്ചിട്ട് ഒരു രൂപയെങ്കിലും നീ സമ്പാദിച്ചിട്ടുണ്ടോ? ജോലിയും കൂലിയില്ലാതല്ലേ നടന്നിട്ടുണ്ടായിരുന്നത്? വേണ്ട ശ്രുതി, ഞാൻ വെറും ഒരു പൊട്ടനെന്നുള്ള രീതിയിൽ നീ സംസാരിക്കരുത് ശ്രുതി. ജോലിക്ക് പോവാന്നുള്ള പേരും പറഞ്ഞിട്ട് നീ എല്ലാവരും പറ്റിക്കുകയും അതുപോലെ പാർക്കിൽ പോയി കിടന്നുറങ്ങുകയല്ലേ ചെയ്തത്? അതൊന്നും നിന്റെ അമ്മയ്ക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. എന്നാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് തെറ്റല്ലേ? അല്ല ശ്രുതി, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഞാനില്ലായിരുന്നെങ്കിൽ ശ്രുതിക്ക് ഇപ്പോഴും ഈ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്റെ കയ്യിൽ അങ്ങനത്തെ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി, ഐഡിയ ഒക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ശ്രുതിക്ക് ഒട്ടും അറിയില്ല. ആ പണം അന്ന് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ അനിയന്മാരെല്ലാം കൂടി ചേർന്നിട്ട് ആ പണം മൊത്തത്തിലും കൊണ്ടുപോയനെ. ആ പണം വെച്ചിട്ട് ഞാൻ ഷോറൂം തുറന്നു തന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശ്രുതി ബാഗും തൂക്കിയിട്ട് ഓരോരോ കമ്പനി അലഞ്ഞു തിരിഞ്ഞ് നടന്നേനെ. എന്നോട് ഇത്രയും സ്നേഹമുള്ള നിന്റെ അമ്മ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഈ വീട് പണയം വെച്ചിട്ട് നിനക്ക് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിന്റെ അമ്മ ചെയ്തു തന്നിട്ടുണ്ടോ? എന്നാ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചിന്തിച്ചത്. ലൈഫിൽ വലിയ ആളായിട്ട് വരണം, നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അവിടെ അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു വാക്ക് പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതെ നോക്കി നിന്നു അല്ലേ? അല്ലാതെ അവിടെ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ സംസാരിക്കാണ്ടിരുന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചേനെ. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ മൊത്തം പഴിയും എന്റെ മേൽ ചാർത്താൻ വേണ്ടി ശ്രമിച്ചു. ശ്രുതി, എല്ലാ പഴിയും എന്റെ മേൽ ചാർത്താൻ വേണ്ടി ശ്രമിച്ചത് നീയാണ്. ബസ് ഇടിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നീ രക്ഷപ്പെട്ടു. എന്നെ മുന്നിലേക്ക് ചാടിച്ചിട്ടിട്ട് എന്ന് കരുതിയിട്ട് നീ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എന്റെ വർത്താനം കേട്ട വിചാരിക്കല്ലോ ഒന്നിനും കൊള്ളില്ലാത്ത വെറും ഒരു പൊട്ടനാണ് ഞാനെന്ന്. ആ സച്ചിയും അതുപോലെ അവന്റെ വൈഫും കൂടി ചേർന്നിട്ട് എന്നെ നോക്കി ചിരിച്ച് നീ കണ്ടിട്ടുണ്ടായിരുന്നോ? എന്റെ വൈഫ് തന്നെ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോരം ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് നിനക്കറിയോ? എനിക്ക് ഭയങ്കര അപമാനമായിട്ട് തോന്നി. അപ്പോ നിന്റെ അമ്മ എന്നെ അടിച്ചത് നിനക്ക് അപമാനമായിട്ട് തോന്നിയില്ലേ എന്നുള്ള കാര്യം തിരിച്ചു ചോദിക്കുന്നുണ്ടേ. അപ്പൊ നിന്റെ അമ്മ എന്നെ അടിച്ചത് നിനക്ക് തെറ്റായിട്ട് തോന്നിയില്ലേ? എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് സപ്പോർട്ടീവായിട്ട് നീ നിൽക്കുന്നു ഞാൻ വിചാരിച്ചു. എന്നാ നീ തന്നെ എന്നെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞില്ലേ? നീയും മറ്റുള്ളവരെ മാതിരി തന്നെ ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്നുള്ള കാര്യം പറഞ്ഞില്ലേ ശ്രുതി? നീയും ശ്രുതി എന്നെ എല്ലാവരുടെ മുമ്പിൽ വിട്ടുകൊടുത്തിട്ട് സംസാരിച്ചില്ലേ? നീ പറഞ്ഞത് നിനക്ക് ഇപ്പോഴും തെറ്റായിട്ട് തോന്നുന്നില്ല അല്ലേ? ഞാൻ വിചാരിച്ചു മറ്റുള്ളവര് എന്നെ മുറിവേൽപ്പിക്കുമ്പോ നീ എനിക്ക് മരുന്നാകുമെന്ന്. എന്നാ നീ തന്നെ എന്നെ ഹേർട്ട് ചെയ്തു. അങ്ങനത്തെല്ലാം കേട്ട് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇപ്പൊ തന്നെ ചന്ദ്രമതി ശ്രുതിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതുപോലെ ആയിട്ടുണ്ട്. കാരണം ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും രണ്ടുപേരെ രണ്ട് രീതിയിൽ പിരിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ ശ്രുതി തന്നെ വീട് വിട്ടിട്ട് തനിയെ ഇറങ്ങി പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്